ഹലോ ഗായ്സ്, അസ്സലാം വലൈക്കും. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഇന്ന് പൂള ഇട്ടിരിക്കണല്ലേ അമ്മ? പൂളുണ്ട്. അപ്പൊ പൂളയും മീൻകറിയും വെക്കാൻ വിചാരിച്ചിങ്ങനെ നിക്കണം. അതിന് മീൻ കിട്ടിയിരിക്കണോ? മീൻ കിട്ടിയിട്ടില്ല. വെരിക്കാരം കരുതി നിക്ക. ഒരു ഗുഡ്സ് വണ്ടി വരാനുണ്ട്. വെരിക്കാരം കരുതിക്ക. അപ്പൊ മത്തിക്കറിയും പൂളിയും മത്തി ഉണ്ടെങ്കിൽ വാങ്ങണം. പൂളിക്ക് പിന്നെ പലവക നമ്മളിവിടെ പലവക അറിയും ഇറച്ചിന്റെ പാർട്സ് അത് കിട്ടണമെങ്കിൽ പോകാൻ ആളില്ല അല്ലേ? അപ്പൊ അത് ഇറച്ചിയും പൂളിയും വെക്കാണ്ട വിചാരിച്ചാണ്ട് മീൻകറിയും പൂളിയും വെക്കാലോ കരുതി നിൽക്കുകയാണ്. അപ്പൊ ഒന്നുമില്ലെങ്കിൽ നമ്മള് മുറ്റത്ത് കാന്താരി ഉണ്ട് അല്ലേ? കാന്താരി സമ്മന്തിയും പൂളിയാക്ക, എന്തേലൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് പണി തുടങ്ങിയാലോ? തുടങ്ങാം. പൂളുണ്ട് രമ. ഞാൻ ഈ 3 മാസം എന്ത് തിന്നാ ജീവിച്ചീനമ്മ? പൂള. വെറും പൂള. ആ പൂളന്ന് പറഞ്ഞാല് കൊറേ തിന്നൂല, കുറച്ച് ഇങ്ങനെ നാമൊക്കെള്ളൂ. കഞ്ഞിവെള്ളം പറ്റൂല, കഞ്ഞി പറ്റൂല, ചോറ് പറ്റൂല അല്ലേ? ഒന്നും പറ്റൂല. വെറും പൂള. പൂളക്കുട്ടിയാണ്. എന്ത് കുട്ടിയാണോ ഏതായാലും പൂളെ കുട്ടിക്ക് പറ്റും. അന്ന് അങ്ങനെ തിന്നിനി, പിന്നെ കൊറേ തിന്നിട്ട്. അപ്പൊ ഇനി പൂള കിട്ടിയപ്പോ അങ്ങനെ വെക്കാ വിചാരിച്ചു. ഞാൻ പിന്നെ ഇതുമ്മന്ന് കുറച്ചെടുത്ത് ഇന്നലെ രാത്രി തന്നെ വെച്ച് തിന്നുട്ടോ. അപ്പൊ അമ്മ ചോറ് വന്നിക്കണില്ലേ അമ്മ? കൂട്ടാനായോ? അപ്പൊ അമ്മ പറയണേ ചോറ് ഇത്ര ഇടണ്ടില്ലേ ഇനി പൂളുണ്ടെങ്കി അറിഞ്ഞ അല്ലേ? ചോറ് ബാക്കി ഇന്നലത്തെ ചോറുണ്ടെങ്കിൽ തിളപ്പിച്ചാന്. അപ്പൊ ചോറ് ഊറ്റിയിട്ട് നമ്മള് ഈ കുടുക്കിയിലല്ലേ വെക്കണേ? എന്താ കുത്തി അടച്ചാണ്ട് അതോ പീങ്ങ? എന്താ അറിയില്ല. കിട്ടുകയാണെങ്കിൽ കുത്തി ഉടക്കുകയാണ്. വരുവോ? നമുക്ക് പണിയൊക്കെ ഒരുക്കുക. ശരിയാണെങ്കിൽ ഒക്കെ റെഡിയാക്കി വെക്കുക. എന്തായാലും വരിയേക്കാം. ഇന്നലെ വന്നീനി. അപ്പൊ ഇന്ന് വരുവോ അല്ലേ? മീശക്കാക്ക തന്നെ പറഞ്ഞു മീന് കുറച്ച് കുറവാണ്, നാളെ ഉണ്ടാവിക്കാറ്. എന്നാ വാങ്ങാം. ഇനി അപ്പൊ പൂള നന്നാക്കണേ? പൂള നന്നാക്ക. ഞാൻ നന്നാക്കിയോണ്ട് നിക്കേനി. ഷംനി ചെറിയപ്പം വരുവല്ലേ ഇനി? കുഞ്ഞുമാവടല്ല, കുഞ്ഞുമാന് പണിയുണ്ടെന്ന് വണ്ടൂര്. ഇപ്പൊ പണി മഴയായിട്ട് പണി തന്നെയല്ല, പറ്റ കുറവാണ്. പൂള വെക്കട്ടെ. എന്നിട്ട് കാട്ടിത്തരാം. മീന് കിട്ടിയാല് മീൻ വെക്കണ പൂളൊക്കെ എല്ലാവർക്കും വെക്കാൻ വയ്ക്കും. പക്ഷെ ഞമ്മക്ക് വെറുതെ വീഡിയോ അല്ല, വെറുതെ പറയണ്ട. ഇന്ന് നമുക്ക് പൂളിയാണ്, അതുകൊണ്ട് വ്ലോഗ് എടുത്തു. ഇന്ന് കൊറേ ആയിട്ട് പൂള കിട്ടി. അപ്പൊ നിങ്ങളെ കാട്ടാന്ന് വിചാരിക്ക. നിങ്ങളെ ബീഫ് കറിയും മീൻ കറിയൊക്കെ ഉണ്ടാക്കണം, വീഡിയോ എടുത്ത് ഇടാൻ പറഞ്ഞിക്കണം. ആയിക്കോട്ടെ. മീൻ കിട്ടട്ടെ. ഒരു മീന് വിൽക്കാൻ അറിയൊന്നുമില്ല. ഉമ്മ മീൻ കറി വെക്കണ നല്ല രസാട്ടോ. കറി ഉണ്ടാകും, നല്ല രസാണ്. രസം എന്റെ മകനും പറയട്ടോ, ചിക്കൻ കറി മീൻ കറി എല്ലാം രസാണ് വെച്ചാൽ. എന്താ അറിയില്ല. നമ്മളൊക്കെ ഉണ്ടാക്കി ഒന്ന് വറ്റിച്ച് വെക്കണം. അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയാല് അത് വെള്ളം കൂടിയ മാതിരിക്കാരം, അല്ലെങ്കിൽ മല്ലിപ്പൊടി കൂടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോയ വരും. പക്ഷെ അമ്മ ഉണ്ടാക്കി അങ്ങനത്തെ ചോയൊന്നുമില്ല, നല്ല രസാ. സംഭവം കാര്യ പറയണ്. ഇങ്ങനെ പറയട്ടോ രസം. എന്താ അറിയില്ല. രസമൊക്കെ ഉണ്ട് വെക്കണം. ഇന്ന് നല്ല വെയിലുണ്ടല്ലേ? എന്താ വെയില്. തുണികളൊക്കെ അതുകൊണ്ട് കൊറേ വെയിലത്തിട്ട് ഉണക്കി മടക്കി വെച്ചിക്കണം. ഇപ്പൊ ഇന്ന് തിരുമ്പിയതും പാടുണ്ട്. ഇത് നിങ്ങൾ പുറത്തേക്ക് ഇടാത്തെ ഈ തുണികള്? ചൂടട്ടിയാ മതി. അതെന്തായാലും ചൂടട്ടിച്ചാണേ ഇന്നിട്ടേക്കണേ. ഇന്നത്തൊക്കെ ഇട്ടുന്നുണ്ട്. അതിനൊന്നും ഉണങ്ങാനല്ലോ. റിതു സ്കൂള് പോയിക്കണ്. പരീക്ഷ തുടങ്ങിക്കണ് ഇന്നലെ അവൾക്ക്. അപ്പൊ ഓല് പരീക്ഷക്ക് പോയിക്കാണ്. 12:45 ആകുമ്പോലെ പരീക്ഷ കഴിയും. എന്താ എഴുതറിയതോ? നിങ്ങൾ എന്തിനാ പേടിച്ചണുമ്മ? ഞാൻ എന്തേലൊക്കെ എഴുതി ജയിച്ചും പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞാ പോയിക്കണത്. ബുക്ക് എടുക്കാൻ ഭയങ്കര മടിയാ. കളി കഴിഞ്ഞിട്ട് വേണ്ടേ? ഇരുന്നാ നല്ലോണം പഠിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല. ബുക്ക് എടുക്കൂല വലിയോന്. മറ്റോ പിന്നെ ആകണോളല്ലോ. ബുക്ക് എടുത്തുകാണ്ട് വടി എടുത്ത് കൈ പിടിച്ചാല് 2 മിനിറ്റ് ഇരിക്കും. അപ്പോത്തിന് തുടങ്ങും വേറെ പരിപാടി.
അടി ഇങ്ങനെ വാങ്ങാന്നല്ലാതെ ഓന്റെ ശ്രദ്ധയും മൈൻഡും വേറെ സ്ഥലത്ത് കേക്കാരം. അല്ലമ്മ കൊത്തിയരിയേ മീൻ വരൂലെങ്കിലോ? അല്ലെങ്കിൽ പുളിങ്ങി സംബന്ധി അത് ശരിയാകുവോ? മീൻ കറി വെച്ച് തിന്നാൻ നല്ല രസം. മീൻകറി ഒഴിച്ച് തിന്നാനാ രസം. അതിന് മീൻകറി മീൻ വരണ്ടേ, നല്ലല്ലേ മീൻ കറി കൂട്ടാൻ പറ്റുള്ളൂ. ഇന്നലെ വന്നില്ലേ? ഇന്നലെ വന്നു. നേരം വൈകിയ വരലൊക്കെ. എന്താ ഇപ്പൊ കൊത്തണ്ടല്ലോ. എന്താട്ടിന് കൊത്തി വെച്ചേക്ക. ഇനി കറിയാണെങ്കി അങ്ങനെ, അല്ലെങ്കിൽ സമ്മന്തി കുഴച്ച് തിന്നാനോ? അല്ലെങ്കിൽ ആ കോഴിയായിട്ട് ഒരു വെള്ളം വെക്കുക. ചിക്കനില്ലേ? ചിക്കന് 2 ഉണ്ട്. അത് കുട്ടികൾക്ക് പൊരിച്ചറിഞ്ഞിട്ട് കുട്ടികൾക്ക് പൊരിച്ച് എത്തിക്കാണ്ട് നമ്മക്ക് മീനാക്ക എത്തിക്കാണ്ട് വെച്ചതാണ്. മീൻ വരും. എന്തേലും കാട്ടി തിന്നല്ലേ, എങ്ങനെയാലും തിന്നാ പോരെ. ഏതായാലും ഒക്കെ ചമച്ചരച്ചല്ലേ തിന്നത്. മീനായപ്പോ ഇങ്ങനെ ഒരു പൂതി. കൊറേ ആയി മീൻകറിയും പൂളിയും കൂട്ടിയിട്ട്, പല വകയും പുളിയിറച്ചിയും പൂളിയും കൂട്ടിയിട്ടല്ലേ. ഞാൻ പിന്നെ അവിടെ ആയെന്ന് തിന്നീനി. ഏതായാലും കൊത്തി നോക്കി വെച്ചു. അടങ്ങാറുണ്ടെങ്കിൽ വരൂലേ? വരും. ഈ പൂള എല്ലാരും ഒരു വീക്ക്നെസ് ആണല്ലേ. എന്താ സംഭവമാവോ? അത് എത്ര കാലം കഴിഞ്ഞാല് പൂളനോടുള്ള ഇഷ്ടം ആരതും കുറയുന്നില്ല. അതിലെന്താ നിങ്ങളെ അഭിപ്രായം? പൂള പണ്ടേ എല്ലാ ആൾക്കാരും ഭക്ഷണമാണ് പൂള. ഒന്നുമില്ലെങ്കിലും പൂള. നമ്മളെ അമ്മേനൊക്കെ പറയുന്നിട്ടില്ല പൂള. നമ്മളെ വല്യമ്മക്കൊക്കെ ഉണ്ടല്ലോ, പൂള അടുപ്പത്തടായി വേഗം വരെ വേണ്ട, അപ്പ തിന്നണം. ചക്കയും പൂളിയും. പുളിക്ക് പിന്നെ ചോറൊന്നും വേണ്ട കേട്ടോ. കൂട്ടാണ്ടെങ്കില് നമ്മക്ക് അങ്ങനെയില്ല, ചോറ് വേണം. ഒരു ചക്കയും പൂളി മാത്രായാലും തിന്നാൻ വെക്കും. നമുക്ക് വേഗം ഗ്യാസ് കയറും. നമ്മക്ക് അപ്പൊ തുള്ളി ചോറ് കഞ്ഞിയിലും വേണം. ഓലാവും കൂട്ടി പള്ളറിയി തിന്നു. എനിക്ക് ഇഷ്ടാണ്. ഏതായാലും അല്ലെങ്കിൽ ചെറിയാപ്പൂനോട് ലേശം മീൻ വാങ്ങിക്കൊണ്ടുവരാൻ പറയേണ്ടി ഉപ്പടന്ന്. വരുവോക്ക കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഇപ്പഴല്ലേ ചാത്തമുണ്ടല്ലോ എന്താ പറയാ, നമ്മളിവിടുന്ന് അത്യാവശ്യം ലോങ് ഉണ്ട് അങ്ങാടിക്ക്. ഇതൊരു ഉള്ളേരിയ ആയോണ്ടേ ഇപ്പൊ പീടിക്ക് പോകാൻ ബുദ്ധിമുട്ടാ. പിന്നെ ആണുങ്ങളും ഇല്ലല്ലോ, ഇതാണ് ആകെ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ പോയില്ലമ്മ. പെണ്ണിങ്ങോട് ഒന്നും പറ്റാത്തൊരവസ്ഥയില്. മറ്റെന്തേലും ആണെന്നാണ് പോകും. ഓള് പോകും, ഓളെ വൈത്താൻ ഞാനും പോയിട്ട് മാണ്ടിയ വാങ്ങി പോരും. അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ഇറച്ചിയും പുളി തന്നെ വെച്ച് ഒപ്പിച്ചു പോകാനില്ല. പിന്നെ ഞാൻ പോണം, ബസ്സൊക്കെ കേറി ഗതികേടാ. ആദ്യമൊക്കെ പോയി ഇടക്കിടക്ക് എല്ലാം വാങ്ങാൻ. ഞാനും മാളുമ്മ താഴത്തത്തെ ഇവിടക്കും പോകും. ഞങ്ങൾക്കൊരു അന്നൊരു പച്ചക്കറി അങ്ങ് ആഴ്ചയിലൊരു പോക്ക ഇടക്കിടക്ക്. എന്നിട്ട് ഇറച്ചിയും എല്ലാ സാധനം ഒരാഴ്ചക്കില്ലാണ്ട് കൊണ്ടുവന്ന് വെക്കൂലേ. അങ്ങനെ വാങ്ങിപ്പോയി. ഞങ്ങൾ ഇപ്പൊ പോക്കില്ല. ഇപ്പൊ പോകാൻ മടിയാ. ഇപ്പൊ ബലുണ്ടെങ്കി വണ്ടിമ്മ പോകും, അപ്പൊ കൊണ്ടുവരും. ഒന്നാമത് അവിടുന്ന് തൂക്കി പിടിച്ചാനും പറ്റും. ബസ്സിൽ പോകാൻ പറ്റും, തൂക്കി പിടിച്ച് പോരാൻ പറ്റും. പണ്ടത്തെ മാതിരി തടിയേറ്റും വെക്കൂലല്ലോ. പണ്ടന് എത്ര നടന്നാലും എത്ര ഏറ്റിയാലും കുഴപ്പമില്ല. ഇപ്പൊ തടിയേറ്റ് ആർക്കും വെച്ച. എന്നിട്ട് ഞാനും മാളുമ്മയും ഹോട്ടലിൽ കയറി പൊറാട്ടയും ബീഫും അല്ലെങ്കിൽ നെയ്ച്ചോറും കോഴി അങ്ങനെ എന്തേലൊക്കെ തിന്ന് പോരൂലേ. ഇപ്പഴാണല്ലേ കള്ളി വെളിച്ചത്തായത്. കാരണം നേരം വെളുത്ത പണിയൊക്കെ ഒരുക്കിയാണ് പോയാല് ഇടയ്ക്കര പോയി കൊയങ്ങി താങ്ങി ആ കുന്നും കേറി പച്ചക്കറിയൊക്കെ തൂക്കി വരും. പാവല്ലേ വിചാരിച്ച് നിക്കുമ്പോ ഇതാണ് പരിപാടിയില്ലേ. ഞങ്ങൾ പോകും, ഇവര് സ്കൂൾക്ക് പോകും. ഞങ്ങളിട്ട് പോയിട്ട് സാധനം വാങ്ങി വരുമ്പോ ഒരു പരിവാവും ട്ടോ. എക്കരങ്ങാടിയില് ബസ്, അവിടുന്ന് എപ്പോഴും ബസ്സും ഇല്ലല്ലോ. കാത്തുനിന്ന് കൊയങ്ങും. പിന്നെ അവിടെ ചെന്ന ഓരോന്നിന്റെ മണം മൂക്ക് കേറിയല്ലേ, കുടിച്ചിക്കാൻ കഴിയൂല. പൈച്ചാലും കൂടി അപ്പൊ വേഗം വണ്ടു നമ്മള്. ആദ്യമൊക്കെ ഒരു ലൈമും പപ്സേനും അങ്ങനെ ചേലായി. പിന്നെ ഞങ്ങള് ഒന്ന് വെറൈറ്റി ആക്കി, പൊറാട്ടയും ബീഫും. പിന്നെ ഒരു ദിവസം പുളിയും ബോട്ടി അങ്ങനെ തിന്നലുണ്ട്. ഇപ്പൊ എവിടേക്കും പോക്കൂല, തിന്നലില്ല. പോയാ തിന്നാ
ഓളിങ്ങനെ പറയും ഒരു ദിവസം പോകാം നമുക്ക് എന്നൊക്കെ പറയലുണ്ട്. ഇപ്പൊ ആരേലും മായി കൊടുന്നാ തിന്ന. ഒന്നാമത് ഇവരെ പറഞ്ഞിട്ട് പോകാൻ പറ്റല്ലോ, അങ്ങനത്തെ വിഷയമാണ്. അന്നിപ്പോ ഗൾഫില് ഇനി പോരാത്ത ഞാൻ ഒറ്റക്ക് തിന്നാ പോരാ, പാപ്പം കൊണ്ടിട്ടില്ല. അങ്ങനെ കൊണ്ടുട്ടോ, കൊണ്ടുപോയല്ല അന്ന് അങ്ങനെ ഒരു അങ്ങാടി പോയി എന്തേലും തിന്നാൻ കൊണ്ടുവരും, ഞങ്ങള് കാത്തുക്കും. അങ്ങനെയാണ്. അപ്പൊ അതിനൊന്നും മൂടില്ല കഥ. ജീവിതം പ്രായായില്ലേ, ഒന്നും ഒരേപോലെയല്ലല്ലോ ജീവിതം. ജീവിതം അങ്ങനെ മാറി മാറി. അതരിഞ്ഞു കഴിഞ്ഞുല്ലേ. ഇനി മീൻ വരുമോ നോക്കാം. മീനില്ല ഉള്ളിയൊക്കെ ഞാൻ അവിടെ തൊലിച്ചോണ്ട് നിക്കാണ്. ഈ സാധനം അങ്ങോട്ട് കിട്ടിയ നമ്മളെ കറിയും പൂളിയൊക്കെ ഇതാ അറിയുമ്പോഴത്തെ റെഡിയാകും. പരിപാടിയൊക്കെ വേഗം. നീ എന്നാ പണി കഴിഞ്ഞ നമുക്ക് ആ റോഡിൽ ഇങ്ങനെ ഇറങ്ങി നിന്നോക്കാം, വരുമോ. നമ്മളെ കൂള് ഇവിടെ അടുപ്പത്ത് തിളച്ചോണ്ട് നിക്കുന്നുണ്ട്. മീൻ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. കുറച്ച് ചിക്കൻ ഉണ്ട്, ഇനി അവിടെ മസാല വെച്ചിരിക്കണേ ചോറിന് കുട്ടികൾ വരുമ്പോ കൊടുക്കാന്. കറിയൊന്നും ആയിട്ടില്ല. അപ്പൊ ഉമ്മാനെ കാണില്ല. ഉമ്മ എവിടെ? ഉമ്മ ഉറങ്ങിയോ? പറഞ്ഞോളി. ഉമ്മ ഇവിടെ മീൻവണ്ടി കാത്തു നിക്കാട്ടോ. എന്തായി ഉമ്മ, എന്തായി? ഇന്ന് നല്ലോണം നടക്കുവോ? എന്താ അവിടുന്ന് ഒരു ഓണടി കാട്ടമായി പോകുന്നുണ്ട്. നമ്മളമ്മാന്റെ കാത്തിരിപ്പിനൊടുവിൽ ദാ വന്നൂലേ. നേരം കൊറേ ഇക്കണേ, 1 മണിയാവാൻ ഇരിക്കണേ. അതാണ് ഞങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്ന് ഉറപ്പില്ല. അതാ പോണ് പൂച്ചണ്ട അടിയില്. അയില കുട്ടികളും കൂന്തലും. അതാ നേരം വെക്കിയേ. ഏതൊക്കെയേ ഇല്ലല്ലേ കൂന്തലെന്താ അയില ആയിക്കളിന്നാ. 100 റുപ്യക്ക് അതിലെ കൊറേ ഉണ്ടാവുക. കുട്ടികൾ വേണം, കൂന്തളുണ്ട്. കുട്ടികളൊക്കെ ഒഴിവാക്കിയാക്കാം. മീൻ വണ്ടി വന്നാ നമ്മളെ ഉമ്മത്ത് വണ്ടി നിർത്തും. ഇതിലെ വന്നാല് കിട്ടില്ലമ്മ മുളട്ട് മീന്. അല്ലെങ്കിൽ നമ്മള് കാന്താരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതിലായോണ്ട് എളുപ്പം നന്നാക്കി. എന്താ ചെറിയ അയില കുട്ടികളെ രസമല്ല അയിലാണാവല്ലേ. ഞാൻ കരിഞ്ഞു വെക്കാം. അപ്പോത്തിന് പൂള വന്നോ? ഇത് കുട്ടികളെ കാണാത്താവോ? 1 മണിയായി. അങ്ങനെ നമ്മള് 2 സന്താനങ്ങളും ഇവിടെ എത്തില്ലേ, സ്കൂൾ വിട്ടൊന്നുല്ലേ. എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ? കുഴപ്പല്ല. എഴുതിയൊക്കെ? ഇതെന്താ എഴുതിയേ? കൊക്കിന്റെ ചിത്രമൊക്കെ വട്ടം വരച്ചോ? കൊക്കിന്റെ എന്തുകൊണ്ടാ കൊക്കിനെ വട്ടം വരച്ചത്? കാല് നീണ്ടേതാന്ന് പറഞ്ഞു. കാല് നീണ്ട പക്ഷി അപ്പൊ അതിന് വട്ടം വരക്കും. ഏത് കളിയനുഭവോ? അന്റെ പേപ്പർ കിട്ടത്തേ. ചോറിപ്പ തരാട്ടാ. അങ്ങനെ നമ്മളെ പൂള റെഡി ആയില്ലമ്മ. പൂള ഇവിടെ റെഡി ആയി കുത്തി അടക്കാൻ നിൽക്കാണ്. ഇതിലേക്ക് തുള്ളി മഞ്ഞപ്പൊടി ഇട്ടേ. ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും പാടെ ഇട്ടിട്ട് കുത്തി അടക്കും. നമ്മളെ മീൻ ഇവിടമ്മ നന്നാക്കി കെട്ടി വെച്ചിക്കണ്. അതിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിക്കണ്. പിന്നെ ചട്ടി ചൂടാവാൻ വെച്ചിക്കണ് അല്ലേ. അടുപ്പത്ത് തീയുണ്ട്. അടുപ്പത്താണ് വച്ചത്.
ചിക്കൻ ഇവിടെ 2 കണ്ടുണ്ടായിരുന്നു, 2 പീസ് ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് കഴിച്ച് വന്നതാണ്. ചോറ് കൊടുത്തിട്ടില്ല. ചോറ് കൊടുത്തിട്ടില്ല. മായേ തുണികളുണ്ടോ? എന്തേനി അപ്പൊ വെയില പൂത്തിന് മയം പെയ്തു. പടച്ചോനെ വറകുണ്ടോ? അല്ല, എത്ര വർഗങ്ങൾ അവിടെ ഇട്ട് വെച്ചിക്കണ്. ആ തുണിയാളും ഇങ്ങോട്ട് തരി. റിതുവാ ഇവിടെ വന്നാണി. ഇവിടെ വണ്ടി വാട. ഈ വറകൊക്കെ ഇട്ടേക്കായി മിറ്റത് കൂടെ വാ. ഇവിടെ വാ. ഈ വറകൊക്കെ അച്ഛമാക്ക് അങ്ങോട്ട് വേഗം പൊക്കി വെച്ചാണി, കൊടുത്താണി. ആ ചിമ്മിണ്ടി അടുപ്പത്തേക്ക് ഇടാന്. ബാ. ആ ഇനിയും പോയിക്കാ. മഴ പെയ്യണ്ട്. ഇങ്ങോട്ട് അകത്തേക്ക് ഇടാനേ. വേടി ഇങ്ങോട്ട് കൊണ്ടാ. ഓരോന്നോരോന്ന് കൊണ്ട. ഇനി ഫിദുവിന്റെ കൈ കൊടുക്കൂട്ടാ. മഴ പെയ്തിട്ട് ഇവിടുത്തെ വറക് കത്തി കിട്ടൂല. അതാണ് ആകല്ല കുഴപ്പം. ചിക്കൻ കരിഞ്ഞു. ആ അതിന്റെ ചോട്ടക്ക് ഇട് കേട്ടാ. അടുപ്പക്കല്ല, അതിന്റെ ചോട്ടക്ക്. തുണിയാളുണ്ട് ഇനി കൊറേല്ലേ. ഞാൻ തരജ് വെല്ല വെല്ല ഉള്ളിക്കിട്. കണ്ണു കുത്തു നോക്കൂട്ടാ. നിക്കട്ടോ നോക്ക. വെയില് കണ്ട മഴ പെയ്യാത്ത വെയില്. അതാണ് ഇനിയില്ല അവിടെ നോട്ടില്ലമ്മ. ഇനി കൊറേ ഉണ്ട്. പെയ്യൂല. ഇല്ല, വെയില് വന്നു. വെയില് നമ്മളെ പറ്റിച്ചതാണ്. ഇല്ലടാ, വെയില് നിങ്ങള് അങ്ങനെ വെറുതെ കണ്ടാറങ്ങാണ്ടേ പണിയാ നിക്ക. വെയില് എന്നാ അവിടെ തന്നെ ഇരുന്നോളി ചോറുന്നാനേ. ഒറ്റക്കൊന്നൂല്ലേ? ഒറ്റക്കൊന്നോ? ഒറ്റക്ക് തിന്നാ അമ്മച്ചി അച്ചിയും പുളി അല്ല മീനും പുളി ഉണ്ടാകട്ടെ കേട്ടോ. ഇമ്മാന്റെ മീൻ റെസിപ്പി ചോദിച്ചോലോടില്ലമ്മ. നമ്മള് മീൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. പൂള അവിടെ കുത്തി ഉടച്ച് വെച്ചിക്കണ്. അപ്പൊ ചട്ടിക്ക് ആദ്യം എന്താ ഇട്ടണ്? ഉലുവട എന്നിട്ടൂടി കുറച്ച് ഉലുവ കേട്ടാ. ചട്ടി നല്ലോണം ചൂടയിക്കണം. ഉലുവ കരിയുണ്ട് മാ. ഇനി ഉള്ളി ഇടുക. ചട്ടി നല്ല ചൂടിലാണ്. ഉലുവ ലേസം കരിഞ്ഞിരിക്കണം. കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് ഉള്ളി ഒന്ന് വഴണ്ടട്ടല്ലേ. ഇവിടെ നമ്മള് ചെറിയ സോക്കേസ് ഇവിടെ വാങ്ങി വെച്ചതാട്ടത്. അതുകൊണ്ട് ഇങ്ങനെ സാധനങ്ങൾ വെക്കാനായി. കരിവേപ്പ് അങ്ങനെ തന്നെ കേട്ടോ. കരിവേപ്പ് ഇട്ടു. ചതവ് കൂട്ടൂലമ്മ. അത് എടുക്കാൻ മറന്നു നമ്മള്. അങ്ങനെ ഉള്ളി കുറച്ച് വഴണ്ടിക്കണം. നമുക്ക് തക്കാളി ഇടാം. തക്കാളി പുളിവെള്ളമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞളും ഇട്ടു കേട്ടോ. ഉള്ളിയും തക്കാളി നല്ലോണം വാടിയിട്ട് മഞ്ഞപ്പൊടി ഇട്ടു. നമ്മള് മല്ലിപ്പൊടി ഇടൂല അല്ലേ മീനില്? അതില് സുഖല്ല, ഞാൻ ഇടലില്ല. മത്തിയില് ഒരു ഉള്ളി ഇടും. മല്ലിപ്പൊടി ഇമ്മ ഇടൂല. അങ്ങനെ മുളക് പൊടി ഇട്ടു കേട്ടോ. ഒക്കെ ഒരു കരിയളവാട്ടോ. ഇതൊന്നും പറയുന്നില്ല അല്ലേ അമ്മ? മീൻ എത്ര ഇടുന്ന വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. നമുക്കറിയാലോ. നമ്മള് പുളിവെള്ളം അങ്ങോട്ട് പാര. പുളി ഇട്ടിട്ട് വെള്ളത്തില്
ഇപ്പൊ പുളിവെള്ളം പാകട്ടോ. ഒന്ന് നല്ലോണം ഇളക്കി തരും. ഇപ്പൊക്കെ ഇവിടെ കഴിച്ചിട്ട് കടന്നിക്കാണ്. ഇപ്പൊ എന്താ നമുക്ക് നേരം കിട്ടാത്തമ്മ? ഞങ്ങള് വന്നപ്പോ ഉമ്മാന്റെ പണിയൊന്നും നേരത്തെ കഴിയുന്നില്ല അല്ലേ? മറ്റേ പണിയില്ലാതെ ആ വിഷമം വേണ്ട. മീൻകറി തിളച്ച് വന്നിക്കണം. മീനിടലമ്മ നല്ലോണം തിളച്ചിക്കണം. ഇനിയും തിളക്കട്ടെ നിക്കുക. കറി വേണ്ടവർക്ക് ഇനി നീട്ടാം. ഉപ്പൊക്കെ ഇട്ടുകണ് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് നോക്കി. ഇതില് കറുപ്പ് കാണുന്നത് ഉലുവേട്ടോ. ഉലുവ നല്ല ഒന്ന് ഇതായി. ഈ തിളച്ചിട്ട് ഞമ്മള് മീൻകറിയും പൂളിയും കൂട്ടി തിന്നണേക്കാരല്ലേ? ഞാൻ മൂടിയാക്കണം. സംഭവം എന്താ അറിയോ, ഉമ്മ മീൻകറി മല്ലിപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് കുറുന്നനൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ വെറും വെള്ളം മാതിരിക്കാരം. അപ്പൊ ഞാൻ മല്ലിപ്പൊടി ഒക്കെ ഇടും. ഉമ്മ മല്ലിപ്പൊടി മീൻകറി ചേർത്തിട്ടില്ല കേട്ടോ. ഇവരൊക്കെ സെറ്റ് ആയിക്കണ് അല്ലേ? പാക്ക് വളർത്തി കൊടുക്കണം ഉമ്മ. ഞാനും ഉപ്പിയും കട്ടൻ ചായ ആയിട്ട് എടുത്തേക്കണ്. പൂളക്ക് കട്ടൻ ചായ മസ്റ്റാണ്. ഉമ്മ പിന്നെ കഞ്ഞി എടുത്തു അല്ലേ? പൂള അയിലക്കറി. മത്തിയാണ് സൂപ്പർ. മത്തി കിട്ടിയില്ല, അതുകൊണ്ട് അയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? അതിനുണ്ടിപ്പാ സാറാ നെടുന്നോളിമാ ഞമ്മക്കും വളമ്പി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. മീനും പൂളിയും വെക്കണ വീഡിയോ ഇനി. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ഷെയർ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ അല്ലേ? അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും.